ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രവാസി പെണ്ണ്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് എന്താ പറയുക, വിഷമകരമായ കുറച്ച് വീഡിയോ ആണ്. അമ്മ തിരിച്ചു പോയി. ഏത് ഡേ ആണോ വരല്ലേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ആ ഡേ വന്നു. അമ്മ തിരിച്ചു പോയി. സോ 6 മാസം ഇറ്റ്സ് ലൈക്ക് പെട്ടെന്ന് പോയി. നമ്മൾ കുറേ യാത്രയൊക്കെ പോയി, പെട്ടെന്ന് പോയി. ഇനിയൊരു ഇങ്ങോട്ടൊരു വരവ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് 30 hours ഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് തന്നെ അത് പാടാണ്. അപ്പം ഞാൻ പിക്ക് ചെയ്തു അമ്മേനെ. തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ അപ്പം പോയി. ലൈക്ക് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇപ്പം ഇച്ചിരി കൂടെ വലുതായി, ഇപ്പം ഇച്ചിരി കൂടെ കുസൃതിയാണ്. അപ്പം എനിക്ക് ഫ്ലൈറ്റിൽ ഒരു 30 hours നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. സോ അപ്പം കൊണ്ടുപോയി, കുഴപ്പമില്ലാതൊക്കെ അവിടെ എത്തി. അപ്പോൾ സോ അതൊരു എന്താ പറയുക, പാരൻസ് ഇല്ലാതെ എന്തോ, ഞങ്ങൾക്കൊരു 7 വർഷമായിട്ട് ആദ്യമായിട്ടൊരു പാരൻറ്റ് വന്ന് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്. അപ്പം അതൊരു വിഷമം തന്നെയാണ്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ കാണാം. അപ്പം അതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ്, ലൈക്ക് എയർപോർട്ടിൽ പോകുന്നതും അമ്മയെ വിട്ടിട്ട് വരുന്ന ഒരു ബ്ലോഗ്. സോ പ്ലീസ് വാച്ച് ഗൈസ്. യാ, താങ്ക് യു. സോ ഫൈനലി ആ ഡേ വന്നു. വരല്ലേ എന്ന് വിചാരിച്ച ആ ഡേ വന്നു. അമ്മ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. സോ ഭയങ്കര വിഷമം, ഒരു രക്ഷയില്ല. അമ്മ പോവുകയാണ്. 6 മാസം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഫുൾ യാത്രയൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. സോ അമ്മ മാക്സിമം US ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഫുൾ യാത്രയിലായിരുന്നു. അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എയർപോർട്ടിലേക്ക്. രാഹുലിൻ്റെ കാറിലാണ് പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും വിഷമത്തിലാണ്. ഇവിടെ മൗണ്ടൻസ്. ഞങ്ങൾ സോൾട്ട് ലേക്ക് സിറ്റി എയർപോർട്ടിലെത്തി. സോ ശ്രീജിത്താണ് കൊണ്ടുവിടാൻ പോണ അമ്മയുടെ കുഞ്ഞിനെയും കൊണ്ട്. അമ്മയ്ക്കും വിഷമം, ഞങ്ങൾക്കും വിഷമം, ഒരു രക്ഷയില്ല. ഭയങ്കര ഇമോഷണൽ മൂമെന്റ്സ് ആണ് പോകുന്നത്. ആദ്യം കരയുന്നുള്ളൊരു ആ ഇതിലായിരുന്നു നമ്മൾ. അവന് പിന്നെ കുഞ്ഞല്ലേ, അവനൊന്നും അറിയത്തില്ല എന്താ ചേർന്ന്. അവൻ ഫുൾ ലൈക്ക് യാത്ര പോകുന്നു, ഫൺ പോകുന്നു എന്നുള്ള രീതിയിലാവേ ഇരിക്കുന്നത്. പക്ഷേ നെഞ്ചത്തെന്താ ആഹാരം. അങ്ങനെ ഇതേ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി. സോ ഇവിടെ വീൽ ചെയർ ഉണ്ട്, ആൾക്കാരെ വിളിക്കാം. പക്ഷെ അതിനെക്കാട്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കൂടെ അവിടെ ഹായ് ബൈ പറയാനുള്ള ടൈം കിട്ടും. സോ നമ്മളിതേ പോവാ. അതേ അമ്മൂമ്മ അടുത്ത് ഫുൾ ഫണ്ണ്. അവൻ അറിഞ്ഞൂടല്ലോ, കുറച്ച് നിമിഷം കഴിഞ്ഞാൽ അവൻ്റെ അമ്മൂമ്മ ഇവിടെ നിന്ന് പറക്കും എന്നുള്ള കാര്യം. നാളെ രാവിലെ പാല് ചോദിച്ചാൽ ആരെടുത്ത് പോകുമെന്നൊന്നും അറിയത്തില്ലല്ലോ. സോ അവർ രണ്ടും നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. എന്താ അറിയാമല്ലേ കുഞ്ഞിന്. ഇതാ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ എല്ലാം നല്ലതാ, ഞാൻ പറയുന്നില്ല ഇതെവിടെ എല്ലാം നല്ല. പക്ഷെ പാരൻസും കൂടെ ഉണ്ടെങ്കിൽ അത് ഇത്രയും കൂടെ ഒരു ഭംഗിയാന്നേ. പക്ഷെ ഇവർക്കൊരു 6 months ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ 6 months ഇവർക്ക് പോയിരിക്കണം നാട്ടിലേക്ക്. ചിലവരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയുടനെ തിരിച്ചു വരും. ടു ബി സേഫ് 6 മാസം നിന്നിട്ട് വരും. അപ്പം അങ്ങനെ അവൻ ഫുൾ ഫണ്ണാണ്. അവനൊന്നും അറിഞ്ഞൂടല്ലോ, അവന് ഒന്നുമില്ല. അവൻ്റെ അവിടെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഓടി ഓടി നടക്കുക. അവൻ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല, ഓടി ഓടി നടക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനും അവനും മാത്രം. ശ്രീജിത്ത് പോയി. ശ്രീജിത്ത് ഒരു 15 days കഴിയുമ്പോൾ തിരിച്ചു വരും. ശ്രീജിത്ത് അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ പോകും. അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാറില്ല. ലാസ്റ്റ് ഹാർഡ്. എല്ലാവരെയും യാത്ര പറയാറായി. ഓൾമോസ്റ്റ് എത്തി. ഇനി 2 ദിവസം ഇല്ലേ, ഇനി 5 ദിവസം ഇല്ലേ എന്ന് പറഞ്ഞു അവസാനം ആ ഡേയും വന്നു. അമ്മ ഫുൾ കരച്ചിൽ. അവരാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല. അവനെ കുറച്ച് ഉറക്കപ്പിച്ചു. ഫൈനലി ഒരു ബൈ വന്ന് പോയി. അതേ പോവാ. അമ്മയ്ക്ക് ഇനി ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം 30 hours ഫ്ലൈറ്റ് ഒക്കെ ഭയങ്കര പാടാണ്. സോ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്.